എല്ലാ വീടുകളിലും അപ്പനും അമ്മയും ആയിരിക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങളെ വിളിച്ചുണർത്തുക കേട്ടോ. ഇവിടെ നേരെ തിരിച്ചാണ്. എൻ്റെ നിധിക്കുട്ടനാണ് എന്നെ എന്നും ഉണർത്തുക. കാരണം രാവിലെ എനിക്ക് എഴുന്നേൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം 8 മണിക്ക് അവൾക്ക് ക്ലാസ് തുടങ്ങും. അവൾക്ക് +1 ആണ്. അപ്പോൾ 7:30 ആകുമ്പോഴത്തേന് 7:20 അവൾ എന്നെ വിളിക്കും. അപ്പോൾ 7:30 ആകുമ്പോൾ ഞാൻ എഴുന്നേൽക്കാം. അപ്പോൾ 7:30 തൊട്ട് 8 മണി വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ഫ്രഷ് ആവണം. പിന്നെ ഭയങ്കര ഫാസ്റ്റിലൊരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. മിക്കവാറും കുറുക്ക്, പിന്നെ ഇവിടെ ഏത്തപ്പഴം പുഴുങ്ങിയത്, അല്ലെങ്കിൽ ഏത്തപ്പഴവും നമ്മൾ ഗോതമ്പും ശർക്കരയും കൂടി ഇട്ടുണ്ടാക്കില്ലേ, അതൊക്കെ ആയിരിക്കും അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരിക. അപ്പോൾ ഇന്ന് ഞാൻ കുറുക്കായിരുന്നു ഉണ്ടാക്കുക. തലേദിവസം ഞാൻ വെള്ളത്തിലിടുക കൂവരുക, എന്നിട്ട് അത് മിക്സിയിൽ അടിച്ചുണ്ടാക്കുക. പാല് ചേർക്കും, അന്ന് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ സാധാരണ പാൽ ഉണ്ടാക്കും. ചിലർ നെയ്യും ഇട്ടാൽ നല്ലതാണ് കേട്ടോ. അങ്ങനെയാണ് അവളെ വിടുക. അപ്പോൾ 8 മണിയാകുമ്പം കുഞ്ഞു പോകും, നിധിക്കുട്ടൻ പോകും. നിധിക്കുട്ടൻ പോയി കഴിഞ്ഞാൽ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:30ക്കാണ് പിന്നെ ആർക്ക് പോകേണ്ടത്, മോന് പോകേണ്ടത്. ഈ സമയം ശരിക്കും കാണാൻ നല്ല രസമല്ല. ഒരു 8 മണി 7:30 8:00 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സമയം. അവളെ ഇപ്പോൾ ടാറ്റ കണക്കുക. അവളെപ്പോഴും നമ്മൾ അവിടെ നിൽക്കണം, ആ ടാറ്റ പറയുന്നത്, എന്നിട്ടേ പോവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്പയ്ക്ക് ചായ ഉണ്ടാക്കണമെന്ന്. അപ്പം അപ്പ പോയിട്ട് വന്നിട്ട് ചിലപ്പോൾ അപ്പം ചായ കുടിച്ചിട്ട് വരും, അല്ലെങ്കിൽ വന്ന് കുടിക്കും. അപ്പോൾ അപ്പയ്ക്ക് നല്ലൊരു ചായ ഇട്ടു. ഏലക്ക ചായ ആയിരുന്നു കേട്ടോ, അടിപൊളി ചായ ആയിരുന്നു. ഈ കാഴ്ച കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നും ഇങ്ങനെയാണ് ഇവിടെ സംഭവിക്കുകയെന്ന്. കാരണം അപ്പം പത്രം വായിച്ചിരിക്കും, ഞാൻ ചായ കൊണ്ട് കൊടുക്കുന്നു, അങ്ങനെ ആയിരിക്കും എന്നൊന്നാണ്. എല്ലാ സുഹൃത്തുക്കളെ ഇല്ല, ഇത് തിരിച്ചാണ് മിക്കവാറും സംഭവിക്കാറ്. അപ്പയാണ് എനിക്ക് ചായ ഇട്ടുകൊണ്ട് വരാറ്. ഇന്ന് പിന്നെ വീഡിയോ എടുക്കാണ്ടെന്ന് മറിച്ചാക്കാൻ വിചാരിച്ചു. പിന്നെ ഞാനൊന്ന് തക്കാളി സാദം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 1 കപ്പ് അരി നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അത് ഒരൊറ്റ വിസിൽ അടിച്ചാൽ മതി. പിന്നെ തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയുടെ നല്ലപോലെ അരയ്ക്കാം. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇത്യാദി സാധനങ്ങൾ, എന്തെല്ലാം പറയുക, എനിക്ക് എപ്പോഴും മറന്നു പോകുന്ന സാധനം, നെയ്യല്ല ബട്ടറിൽ നല്ലപോലെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് സോയാ സോസും കൂടെ വയ്ക്കും. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും ഇട്ട് ഉപ്പിടണം കേട്ടോ. അങ്ങനെയാണ് എടുക്കുക. പിന്നെ ഫ്രൈഡ് എഗ്ഗും ആയിരുന്നു എന്നിട്ട് അവരുടെ ലഞ്ച്. അപ്പോൾ മോൻ പോകുമ്പോൾ 9:30ക്ക് മോളുടെയും കൂടെ എന്താ പറയുക ലഞ്ച് കൊടുത്തു വിടും കേട്ടോ. ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ എന്നും ഇവൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞ് ഉമ്മ കൊടുക്കുന്നവനാണ്. ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൻ എന്തായാലും ഉമ്മ വേണ്ട എന്നുള്ള വാശിയിലായിരുന്നു. സാധാരണ ഇതിൽ അപ്പയ്ക്ക് സ്കൂളിൽ പോകണമെങ്കിൽ അപ്പം അതുവഴി അവരുടെ കൂടെ പോകാം. പക്ഷെ ഇന്ന് അപ്പയ്ക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തത്. അല്ലെങ്കിൽ എന്താ പറയുക, ഇവരെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു അമ്മമാർക്ക് അറിയാമല്ലോ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് TV ഒക്കെ കണ്ട് അങ്ങനെ ചെയ്യുക. പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നേ. അപ്പോൾ അതാ പണി, കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ 10:30 11 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആളെത്തും, ഞങ്ങളുടെ സ്വന്തം താത്ത. അപ്പോൾ താത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേസ്റ്റൊക്കെ എടുത്ത് പുറത്ത് വെക്കുക കേട്ടോ. ഇതാണ് ഞങ്ങളുടെ താത്ത. അതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ താത്തയുടെ വീട്ടിൽ ക്രിസ്മസ് കരൽ പാടി കേട്ടോ. അപ്പോൾ അതിന് ചേച്ചി ചെയ്തത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇതാണ് ഞങ്ങളുടെ താത്ത. നല്ല രസമായിരുന്നു താത്ത. ഞാൻ പക്ഷെ ചായയും കേക്കും ഒക്കെ തരും ഞാൻ എക്സ്പെക്ട് ചെയ്തതേ ഇല്ല. അതെങ്ങനെയായിരുന്നു? ഞാൻ മുതലാളിക്ക് വിളിച്ച് ചോദിച്ചു എന്താണ് നിങ്ങളതിൽ, എങ്ങനെയാണ് 10 മിനിറ്റ് ഒരു പാട്ട് പാടും, ചിലവര് ഡാൻസ് കളിക്കും, നിങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൂപ്പനൊക്കെ ആയിട്ട് ഒന്ന് വരാറില്ലേ. നിധിക്കുട്ടൻ്റെ ഇതിലെ എണ്ണ കാച്ചാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന വീട്ടിൽ നിന്ന് അലോവേര, അത് അമ്മയുടെ അവിടെ ചെടിച്ചിട്ടിരുന്നു. അമ്മ അതുപോലെ തന്നു. ഒക്കെ അപ്പയുടെ കരവിരുതുകളാണ്, പയറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണ്. ഇതൊക്കെ അപ്പയുടെ ചെറിയ ചെറിയ മീൻ താഴെ പോയി ഗായ്സ്, ഞങ്ങളുടെ മീൻ താഴെ പോയിരിക്കുകയാണ്. ആണ് അപ്പയുടെ ചെറിയ ചെറിയ കരവിരുതുകളാണ്, അപ്പയുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അല്ലേ അപ്പ അല്ലേ? തിരിഞ്ഞു പറ. അപ്പയ്ക്ക് അപ്പയെ കാണിക്കുന്നതിൽ വലിയ സന്തോഷമല്ല, അതുകൊണ്ട് നമുക്ക് മീൻ തൽക്കാലം കാണാം. അതുകൊണ്ടാ ഏറ്റവും ഫേവറേറ്റ് ടൈമാണിത്. എൻ്റെ നിധിക്കുട്ടൻ എനിക്ക് ചായ ഇട്ടിരുന്നു. ഞങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് കുറച്ച് സാധനങ്ങൾ വന്നു ഫ്രം ബാംഗ്ലൂർ. ഞങ്ങളുടെ ബാംഗ്ലൂരിൽ ഞങ്ങൾക്ക് ഓർഡർ ചെയ്ത് തന്നാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, എന്താ ബർഗറുണ്ട്, ഫ്രൈഡ് ചിക്കൻ ഉണ്ട്. പാവം ഇന്ന് വീഡിയോ കോൾ വിളിച്ചപ്പോഴത്തേന് നിധിമോൾ വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അവൾക്ക് ഓർഡർ ചെയ്ത് കൊടുത്ത ഓച്ചി എൻ്റെ സിസ്റ്റർ ബ്രദർ നാടെ ഫ്രൈഡ് ചിക്കൻ ഇതൊക്കെ കഴിച്ചിരുന്നു. അപ്പം എന്താ വാങ്ങിച്ചോളുന്നത്? അപ്പം വാഴയ്ക്കപ്പം. അപ്പയ്ക്ക് പക്ഷെ ഓച്ചി അപ്പയ്ക്ക് വേണ്ടിയിട്ട് ഇത് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ 4 മണി കാപ്പൂടി എന്ന് പറഞ്ഞാൽ എന്നും അളിയൻസിനോടൊപ്പം ആയിരിക്കും കേട്ടോ. എല്ലാവരും കൂടെ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പയും സ്കൂളിൽ നിന്ന് വന്നിട്ട് ചായയൊക്കെ ഇട്ട് അളിയൻസൊക്കെ കണ്ടിട്ട് അതൊരു സന്തോഷമാണ്. ഇടയ്ക്ക് ഒരാൾക്ക്
നാളെ പള്ളിയിൽ ഇടാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ വേണം ഡ്രസ്സ് വേണം. ഡേ ഇൻ മൈ ലൈഫിൽ അതും കൂടെ വന്ന് ചേർന്നു വന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. രാവിലെ എടുത്തു. അപ്പം അതിനും കൂടെ പോവാണ്. കിട്ടൂലെന്ന് അതിന് മാല ഇടണ്ട, കിട്ടൂല്ലയോ എന്ന് അറിയാം. കിട്ടാ ബൈ. ഞങ്ങൾ സമയത്തെത്തി. ഞങ്ങൾ മാക്സിന്ന് ഡ്രസ്സ് ഇട്ട് നല്ല ഇഷ്ടപ്പെട്ടു. കൂട്ടം വന്നില്ല കേട്ടോ. അവിടെ കമ്മല് നോക്കിയായിരുന്നേ, ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നു. ഇതിക്കൂട്ടിനൊരു ഡ്രസ്സ് എടുക്കണമായിരുന്നു, അതെടുത്തു. അവൾക്ക് ദേ നിൽക്കണം, അവൾക്ക് 31st പുതിയ ഡ്രസ്സ് ഇടണം. അപ്പം അതുകൊണ്ട് അതെടുത്തു. നീ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. എൻ്റെ കുഞ്ഞിന് ആഗ്രഹമാണ് ഒരു ഡ്രസ്സേ ഉള്ളൂ. അത് ഞാൻ 2-3 തവണ അവിടെ എല്ലാരും കണ്ടു. അതുകൊണ്ട് വേറെ ഡ്രസ്സ് എടുക്കണം. അപ്പം അതുകൊണ്ട് വേറെ ഡ്രസ്സ് എടുത്തു. ഡാനിപ്പം വന്നില്ല. പിന്നെ ചെറിയ ചായ കുടിച്ചു. അപ്പം ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്തുകൂട്ടാ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കും. പിന്നെ എന്ത് ചെയ്യുന്ന ചെയ്തുകൂട്ടാ, ഞങ്ങൾ കിടന്നുറങ്ങും. പൂക്കിട്ടാണിപ്പം ക്യാമറയുടെ പുറകിലോ കാണിക്കണത്. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും ചെയ്യുന്നൊന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാളെ ഇനി ഞങ്ങൾ തിരിച്ച് വീണ്ടും 31st ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് അങ്ങനെ കാര്യമായിട്ട് ഫുഡ്, കാരണം വേസ്റ്റ് ആവും. പിന്നെ ഞാൻ ചെയ്യുമ്പോൾ ഒരു 2 ദിവസത്തിന് ഒക്കെ കണക്കാക്കി ചെയ്യുക. അപ്പം നാളെ ഉച്ചയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് അങ്ങനെ അധികം വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സഹിച്ചാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതൊരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇടയ്ക്ക് കുറച്ച് എഡിറ്റിങ്ങും പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുണി സോർട്ട് ഔട്ട് ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പയുള്ളതുകൊണ്ട് ഇടയ്ക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പം തുണി കഴുകുക, അങ്ങനത്തെ ഉള്ള കുറേ പരിപാടികളുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ചെറിയ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് കുട്ടാ ടാറ്റാ, ഗുഡ് നൈറ്റ് പറയൂ. ദാനപ്പം പറയൂ, ഹാപ്പി ന്യൂ ഇയർ പറയൂ. ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു പറ, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. അപ്പാ ഇത് നോക്കിക്കേ എൻ്റെ പ്രേക്ഷകരെ, അത്യാവശ്യം ഞാൻ ശരിക്കും കെട്ടി വെക്കുന്ന മുടിയാണ്, ഞാൻ ക്ലിപ്പ് ഇടാറുള്ളൂ. അതിൽ തന്നെ എൻ്റെ ബേബി ഹെയർ വന്നിട്ട് എനിക്ക് ശരിയായിട്ട് ഇരിക്കുകയില്ല. ഇതേപ്പം കണ്ടോ, ഇതും കൂടെ വെട്ടിക്കളഞ്ഞിട്ട് എനിക്കിനി എങ്ങനെ കെട്ടണമെന്ന് പോലും അറിയില്ല. ചില സമയത്ത് നമുക്ക് ഇനി പിരിയിളകുമല്ലോ, അങ്ങനെ ചെയ്താൽ. ഇനി ഞാൻ എൻ്റെ അപ്പ വരട്ടെ. അപ്പ ഹാപ്പി ന്യൂ ഇയർ പറയാം എൻ്റെ പ്രേക്ഷകരോട്. പെട്ടെന്ന് വാ. എൻ്റെ പ്രേക്ഷകരോട് കുഞ്ഞിയണം അല്ലാത്ത എൻ്റെ പ്രേക്ഷകരോട് പറയാം ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഹാപ്പി ന്യൂ ഇയർ, ഗോഡ് ബ്ലെസ്, ടാറ്റാ, ബൈ ബൈ.